എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ്. ഡിക്യോ ദുൽഖർ സൽമാൻ, നമ്മുടെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ് നാളെ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അഡ്വാൻസ്. ഓക്കെ, ഇനി നാളെ നമ്മൾ ആഘോഷിക്കും. നാളെ കേരളക്കര അല്ല, ഇന്ത്യ മൊത്തം ആഘോഷിക്കും. ഇന്ന് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കും, നാളെയും കൊടുക്കും. അതെ, നാളെ അവരും കൂടി തന്നാൽ മതി. ഒരുപാട് കാര്യം തരും എന്ന് അവർ പറയുന്നുണ്ട്. അവർ ഒഫീഷ്യലായിട്ടല്ല, അല്ലാതെ ഇന്നത് കിട്ടും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും തിയറികളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്താണെങ്കിലും 2 എണ്ണം ഉറപ്പാ. മറ്റുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം ചിലപ്പോൾ വന്നാൽ നമുക്ക് ആഘോഷിക്കാനുള്ളത് ഉണ്ടാവും. എന്താണെങ്കിലും ആ 2 എണ്ണം ആദ്യം പറയാം. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഇതിന് തെളിവുണ്ട്, ഇത് സംഭവിക്കുന്നുള്ളതിന് തെളിവുണ്ട്. തെളിവടക്കമാണ് അവർ പുറത്തു വിട്ടത്. അപ്പൊ പിന്നെ വിശ്വസിക്കാമല്ലോ. അപ്പൊ പോന്നോട്ടെ. ഓക്കെ, ലോകോ ലോകയല്ലേ? ഈ ലോകം കാത്തിരിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 4 കാലേ തന്നെ വീടോ ഉറപ്പല്ലേ, ഒരു മാറ്റമല്ല. പിന്നെന്താ, പൂച്ച എന്ന വിളി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായി. പുലികളും അങ്ങനെ തന്നെ ആയിരിക്കൂലേ? പുലികള് 4 കാലല്ലേ വീഴുള്ളൂ? ചില സമയത്ത് ചന്തി കുത്തി വീഴാറുണ്ട്. എന്നാ ഞാൻ പുലിയല്ല. ഓക്കെ, അപ്പൊ തുടങ്ങാം. പോന്നോട്ടെ. ലോക സിനിമയുടെ ടീസർ നാളെ എത്തും എന്നാണ് കേൾക്കുന്നത്. 1 മിനിറ്റും 31 സെക്കൻഡുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. കോപ്പി റിപ്പോർട്ട് നമ്മൾ കിഴി എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്തിനാണ് അവിടെ വന്നിരുന്ന് പറഞ്ഞത്? എന്നാലും പറയണല്ലോ. പറയണം. എന്തായാലും ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ പാർട്ടാണ് ലോക. നസ്ലനാണ് നായകൻ, കല്യാണി പ്രദർശൻ നായികയായിട്ട് വരുന്നു. പിന്നെ ഇതിൽ കാമിയോസിൽ 2 പേര് വരുന്നുണ്ട്. ഒന്ന് ദുൽഖർ സൽമാൻ, മറ്റൊന്ന് ടൊവിനോ തോമസ്. ഇവർ 2 പേരും വീണ്ടും ഒരുമിക്കുന്ന മറ്റൊരു സിനിമ അല്ലേ? 4ാമത്തെ സിനിമ. ഇതിനു മുൻപ് ABCD, ചാർലി, കുറുപ്പ്, ലോക. അത് പറയണമെന്നുള്ളത് പറയണല്ലോ. എന്തായാലും ഈ 3 സിനിമയും വളരെ മികച്ച ഹിറ്റായ സിനിമയാണ്. അപ്പോൾ അടുത്ത ഒരു ഹിറ്റിനുള്ള പുറപ്പാട് തന്നെ. പുറപ്പെടണല്ലോ. പുറപ്പെട്ട് കഴിഞ്ഞു. ഹിറ്റാക്കിയാ മതി. ഓണം തൂക്കുമോ കണ്ടറിയാം. കൂടെ മത്സരിക്കുന്നത് വമ്പൻ സിനിമകളാ. പക്ഷെ നല്ല സിനിമ എല്ലാം നല്ലതാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് നമുക്കറിയാവുന്ന, നമുക്ക് ആ ചരിത്രം ഉള്ളതാണല്ലോ. എല്ലാ സിനിമകളും മികച്ച അഭിപ്രായം നേടിയ സമയം ഉണ്ടായിട്ടുണ്ട്, റിലീസ് ചെയ്ത എല്ലാ സിനിമകളും. പക്ഷെ എല്ലാ സിനിമകളും നല്ലതാവണം. അതെ, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലാണ് പ്രശ്നമുള്ളൂ. പിന്നെ മഴ പ്രശ്നമാകുമെന്നുള്ളത് കണ്ടറിയണം. നോക്കാം അല്ലേ? എന്തായാലും ഓണം റിലീസായിട്ട് വരുന്നത്, അതായത് ലോകയുടെ കൂടെ ക്ലാഷ് വരുന്നത് ഹൃദയപൂർവ്വമാണ്. 28-ാം തീയതിയാണ് സിനിമ റിലീസ് എത്തുന്നത്. 2 സിനിമയും, ലാലേട്ടൻ നായകനാവുന്ന സിനിമ, സത്യനന്ദിക്കാടിൻ്റെ സിനിമ. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ശക്തമായൊരു കോമ്പറ്റീഷൻ ആയി. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ 29-ാം തീയതി ഫഫയുടെ ഒരു സിനിമ ഉണ്ട്, അതിഗംഭീരം. അതായത് നമ്മുടെ അൽതാഫ് സലീം സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമ. അതിലും കല്യാണി പ്രദർശനാണ് നായിക. അതായത് കല്യാണി പ്രദർശന 2 സിനിമകള് ഓണത്തിന് റിലീസിനെത്തുന്നു. പിന്നെ മറ്റത് ബാൾട്ടി. എല്ലാം മികച്ച സിനിമകൾ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതെ, ഓടും കുതിര ചാടും കുതിര, അതാണ് ഫഫയുടെ സിനിമയുടെ പേര്. അത് വിട്ടുപോയില്ലേ? ശരിയാ. എന്താണെങ്കിലും ലോക ഡയറക്റ്റ് ചെയ്യുന്നത് അരുൺ ഡൊമിനിക് ആണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം നാളെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംഭവം കാന്ത സിനിമയുടെ ടീസർ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റും 14 സെക്കൻഡുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. സെൻസർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു പോസ്റ്ററും വരും എന്ന് കേൾക്കുന്നുണ്ട് ടീസറിന്റെ കൂടെ, അതായത് ബർത്ത്ഡേ പോസ്റ്ററായിട്ട് ദുൽഖറിന്റെ. എന്താണ് കാന്ത? നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അടുത്തതായിട്ട് ആളുടെ സിനിമ റിലീസാവാനുള്ളത് കാന്ത. ഇതൊരു തമിഴ് സിനിമയാണ്. അല്ല, ആളുടെ ഫുൾ സിനിമ. അതായത് ലോകയ്ക്ക് ശേഷം അടുത്തായിട്ട് വരുന്നതും കാന്ത. സെപ്റ്റംബർ 12-നാണ് സാധ്യത പറയുന്നത് കേട്ടോ. സെപ്റ്റംബർ, ശരിയാ. അതിൽ നിന്നല്ലേ മാറ്റിയത്? സെപ്റ്റംബറിൽ നിന്ന് മാറ്റിയിട്ടല്ലേ ഒക്ടോബറിലേക്ക് കണ്ട് പറഞ്ഞത്? അങ്ങനെ പറയുന്നുണ്ടോ? അതല്ലേ നമ്മൾ കഴിഞ്ഞ കിഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, എന്താന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്താണെങ്കിലും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എത്തും. സെൽവമണി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കാത്തിരിക്കുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ആകാശംലോ ഒക്കത്താര, തെലുങ്ക് മൂവി. ഇതിന്റെ ഗ്ലിംസ് വരും എന്നാണ് കേൾക്കുന്നത്. അതെ, ഇതാണ് ആദ്യം വന്നത്.
ഏത് ലോക വരുന്നതിന് മുൻപും പിന്നെ കാന്തയുടെ ടീസർ വരുന്നു എന്നുള്ള റൂമർ വരുന്നതിൻ്റെയൊക്കെ മുൻപ് ബർത്ത്ഡേക്ക് കിട്ടാൻ പോകുന്ന ഒരു സാധനം ക്ലിംസ് ഏത് ഒക്കത്താരയുടെ. ഓക്കെ, ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മറികടന്നിട്ടാണ് ലോകയും കാന്തയും വന്നത്. ഇത് പുറകോട്ട് പിന്തള്ളിയിട്ടുണ്ട്, വരുമായിരിക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷ അങ്ങനെ തന്നെയല്ലേ. അതായത് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് ലോകയുടെ ടീസർ കാണാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്, കാന്തയുടേതും വെയിറ്റിംഗ് ആണ്. പക്ഷെ അതിന് ശേഷമേ ഒക്കത്താരയുടെ ഗ്ലിംസ് കാണാൻ താല്പര്യമുള്ളൂ അല്ലേ? സത്യം. എനിക്ക് ലോകേന്റെ ടീസറിനെക്കാളും കാന്തയാണ് കാണുന്നത്. കാരണം എനിക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണോ സിനിമ. പിന്നെ അത് മാത്രല്ല അതിലെ ലുക്ക് ഉണ്ടല്ലോ, ഭീകരാണ്. ആ രീതിയിൽ ദുൽഖർ എങ്ങനെ അത് അവതരിപ്പിക്കുന്നത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും അത് കാത്തിരിക്കുന്ന ഒരു ടീസറാണ്. ഈ പറഞ്ഞതിനകത്ത് ഇതിനേക്കാളും ഒക്കെ മുകളിൽ എന്റെ മനസ്സിൽ ഞാൻ കാത്തിരിക്കുന്നത് അതിനാട്ടോ, കാന്ത. അതായത് നമുക്ക് എന്തായാലും ഈ 1ഉം 2ഉം കാന്തയും ലോകയാണ്. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഗ്ലിംസ് കാണാൻ തോന്നുള്ളൂ ഒക്കത്താരയുടെ. അത് എന്തുകൊണ്ടാണ് അറിഞ്ഞൂടാ, അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഒക്കത്താരേന്റെ ഞാൻ കാത്തിരുന്നേനെ. സായി പല്ലവി ആയിരുന്നു നായികയെ ഞങ്ങൾ തട്ടി. സ്വാതിക വീരവള്ളി ആളാണ് നായികയായിട്ട് വരുന്നത്. മേ ബി സായി പല്ലവിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വള്ളിയായി മാറിയാലോ? അത് വള്ളിയായിരിക്കും, കണ്ടോ, ഇത് വള്ളി കേസാണിത്. ചുമ്മാ പറയുന്ന കേട്ടോ. എന്താണെങ്കിലും സിനിമയുടെ ഗ്ലിംസ് വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. പവൻ സത്യനേനിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരുമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട് സ്പേസിൽ പോകുന്ന എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട്. സ്പേസിലും പോകുന്നുണ്ടോ? മേ ബി പോവോ? മിക്കവാറും പടം ഇറങ്ങുമ്പോഴായിരിക്കും സ്പേസിൽ പോയിട്ട് റൂമർ വരുന്നുണ്ട്. എന്താണ് അറിഞ്ഞുകൂടാട്ടോ ഇതൊക്കെ. അവിടെയുള്ള അത് എനിക്ക് തോന്നുന്നു നാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അത് അങ്ങോട്ട് നീ കൊടുത്തോ ആ വഴിക്ക്. നാസയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നൈസായിട്ട്. എന്താണെങ്കിലും നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ചളി അടിക്കുന്നു അവിടെ. അടുത്തത് ഐ ആം ഗെയിൽ. നഹാസ് ഹിദായത്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ബർത്ത്ഡേ വിഷ് പോസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഒന്നും കിട്ടുന്നു പ്രതീക്ഷിക്കുക വേണ്ട, കാരണം ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി അതിന് മുൻപ് നമ്മൾ അറിയാതെ വല്ല ഫോട്ടോഷൂട്ട് നടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അതില് വല്ല സ്റ്റില്ലും വന്നേക്കാം. അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം കേട്ടോ, അല്ലാതെ സിനിമേൻ്റെതായിട്ട് വരൂല. എന്താണെങ്കിലും അതിനുശേഷം DQ41 ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. തെലുങ്ക് മൂവിയാണ്. രവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആളുടെ ആദ്യത്തെ സിനിമ സംവിധാന സംരംഭമാണ്. ആള് പരശുരാം എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ അസിസ്റ്റന്റോ ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു വിശേഷം, അതായത് പൂജ ഹെഗ്ഡെയാണ് ഇതിൽ നായിക. അടിപൊളി. നമുക്ക് പൂജക്ക് വേറെ സായി പല്ലവിയെ കൊണ്ടുവന്നാലോ? വേണ്ട, ഇനി സമ്മതിക്കൂല. ഒരു ചാൻസ് നമ്മൾ തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയല്ല, ഒക്കത്താരയില് തട്ടിയതിന് ഇനി അല്ലേ ഒരിക്കലും അതിന് ഇനി ഒരു കോംപ്രമൈസ് ഇല്ല, ഞാൻ അനുവദിക്കൂല അത്. ഏതാണെങ്കിലും ശ്രീ വെങ്കടേശ്വര സിനിമാസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 41 DQ41 രവിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സിനിമകളുടെയൊക്കെയാണ് നാളെ വരും എന്ന് പറയപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതെ, അതിനകത്ത് എന്താണെങ്കിലും 2 കൺഫേം ആണ്. അത് ലോകയും കാന്തയും. എന്തായാലും കാത്തിരിക്കാം. നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ ആവട്ടെ. ഇനി അങ്ങോട്ട് ഇതിങ്ങനെ ഓരോ സമയം ഇടപെട്ട് തരണേ, എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അമ്മാരി പരിപാടി കാണിക്കരുത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു നടനാണ് ദുൽഖർ സൽമാൻ. തീർച്ചയായിട്ടും എന്തായാലും ആഘോഷിക്കാം. അതെ, ഇതിനുള്ള സാധനമൊക്കെ വരുവേ, നോ പ്രോബ്ലം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഹാപ്പി പറയാൻ നിൽക്കായിരുന്നു, അതായത് ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് രാവിലെ കൊടുക്കാം. ഓക്കെ.